ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഞങ്ങളുടേതായ ഒരു നിലപാടുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളുടേതായ ഒരു നിലപാടുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം വേണമോ വിശ്വാസം വേണ്ടേ, കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോകണമോ, അതല്ല എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പൊതു നിലപാട്, നിങ്ങൾക്കകത്തെയല്ല, നിങ്ങൾക്ക് പൊതുവായി എടുക്കുന്ന നിലപാട്. നിങ്ങൾ 2018 നിന്നും 2025 എത്തുമ്പോൾ എന്തു മാറ്റമാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞത് 2018 വിധി നടപ്പാക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ല. അതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാചകം. 4 വോട്ടിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ല, ഇത് നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ് സുപ്രീം കോടതി വിധി. ആ വാചകം എനിക്ക് 2025 ഒരു CPM നേതാവിൽ നിന്ന് കേൾക്കാൻ പറ്റുമോ? ശ്രീ എം പ്രകാശൻ, ഒരു വ്യക്തത വരുത്തൂ. എത്ര നേരമായി ചോദിക്കുന്നു. സ്മൃതി, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങളൊരു മാധ്യമപ്രവർത്തകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ തലയിൽ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകണം എന്നൊന്നും അപഹസിക്കാൻ നിങ്ങൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ CPM-ന്റെ ആളുകള് അമ്പലത്തിൽ പോകാൻ പാടില്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോകണമെങ്കിൽ തലയിൽ മുണ്ടണമെന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? വൃത്തികേട് പറയരുത്. ഈ CPM-ന്റെ ആളുകൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞിരിക്കുന്നത്? സംസാരിക്കാം പരസ്പരം യോജിക്കാത്ത വിഷയങ്ങളിൽ. CPM-ന്റെ ആളുകൾ തലയിൽ മുണ്ടിട്ടാണ് അമ്പലത്തിൽ പോകാന്ന് പറയാൻ മാത്രം സ്മൃതി വളർന്നിട്ടില്ല. നിങ്ങളാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ വളർച്ച സ്മൃതിയുടെ വളർച്ച എനിക്കൊരു വിഷയമേ അല്ല. സ്മൃതിയുടെ വളർച്ച എനിക്കൊരു വിഷയമേ അല്ല. പക്ഷേ ഞാൻ പറയാം സ്മൃതി, ഞാൻ പറഞ്ഞത് സ്മൃതിയുടെ വളർച്ചയോ തളർച്ചയോ എനിക്കൊരു വിഷയമല്ല. പക്ഷെ എന്നോട് സംസാരിക്കാൻ സ്മൃതി വരുമ്പോ സ്മൃതി സൂക്ഷിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഇങ്ങനെ രഹസ്യമായ അമ്പലത്തിലേക്ക് പോകുന്നില്ല എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ആളുകളുണ്ട്. അങ്ങ് പോകുന്നില്ലായിരിക്കാം, അങ്ങേക്ക് അങ്ങയുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാകാം, ചുറ്റുമുള്ള നേതാക്കളുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാകാം, അങ്ങനെയല്ലാത്തവരുമുണ്ട്. സ്മൃതിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള തെറ്റിദ്ധാരണയോടെ പറയുന്നത്. ഞാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടല്ലോ. ഞാൻ തലയിൽ മുന്നിട്ട് പോകുന്ന നിങ്ങളിപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? അതേ പറഞ്ഞു. നിങ്ങൾ എന്ത് വൃത്തികേടാ പറയുന്നത്? CPM എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്പലത്തിൽ പോകാൻ പാടില്ലെന്ന്? അങ്ങനെ വിശ്വാസമാകാം, ശരി. അപ്പോൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു, അപ്പോൾ ആ രൂപത്തിൽ മാറിയിരിക്കുന്നു. അതായത് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ പാടില്ല എന്നായിരുന്നല്ലോ. അമ്പലത്തിൽ പോകുന്ന വിശ്വാസമായി ബന്ധപ്പെട്ട് CPM നേരത്തെ എടുത്ത നിലപാടല്ലോ ഇപ്പോൾ. നിങ്ങളുടെ അല്പധാരണ വെച്ചുകൊണ്ട് പറയരുതെന്ന്. കാലം മുതൽ ഞങ്ങളുടെ മന്ത്രിമാർ പോകാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, 2018 സുപ്രീം കോടതി CPIM-ന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഞാൻ ആളല്ല സ്മൃതി. ശ്രീ എം പ്രകാശൻ, 2018 സുപ്രീം കോടതി നിലപാട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാണ്. ഞങ്ങളുടെ നിലപാടെന്നേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിധി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.